പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവചനാജ്ഞ ധ്യാനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനാജ്ഞ ധ്യാനം നയിക്കുന്നത് ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ വന്യവാലയിൽ കോറപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛനിലൂടെ ദൈവം നമുക്കിന്ന് സമൃദ്ധിയായ വചനങ്ങളെ വാരിക്കോരി തരും. നമുക്ക് ഒത്തിരി ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ, വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 വിശുദ്ധ ബൈബിളിലെ മാസ്റ്റർ പീസായിട്ടുള്ള വചനമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഓമന മകനേക്കാൾ അധികമായി സ്വർഗത്തിലെ പിതാവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നാം ഓരോരുത്തരും നരകത്തിൽ പോകാതെ നിത്യസ്വർഗത്തിന് അവകാശികളായി തീരാൻ പൊന്നോമന മകനെ ഭൂമിയിലേക്ക് അയച്ചു. അടുത്ത ആഴ്ച പീഡാസഹനത്തിൻ്റെ ആഴ്ചയാണ്. പാടുപീഡകളേറ്റ് അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. ഹോസന്ന. നാളെ ഹോസന്നയാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാം, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാം. ജനം ആർത്ത് വിളിച്ചു. യേശുവിനെ മാത്രമേ രക്ഷിക്കാനാകൂ എന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചു, കൂടെ ഉണ്ടായിരുന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. യേശുവിൻ്റെ കൂടെയുള്ളവർക്കെല്ലാം വലിയ വിശ്വാസമായിരുന്നു, യേശു രക്ഷകനാണ്, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന്. നമുക്കും വിശ്വസിക്കാം. യേശുവേ ഞങ്ങളെ രക്ഷിക്ക്, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കടഭാരങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. ദൈവമക്കളെ, ഇന്ന് വചനം പറയുന്ന വന്യ കോറപ്പിസ്കോപ്പ അച്ഛന് വേണ്ടി നമുക്ക് വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എത്രയും വിലയേറിയ ദാസൻ ഷാരോൺ, അതുപോലെ ഷാരോൻ്റെ ഭാര്യ മിനു, ഈ ദമ്പതികളാണ്. നമുക്ക് ആ കുടുംബത്തെ സമർപ്പിക്കാം. ദൈവം അവർക്ക് ദാനമായി ഒരു കുഞ്ഞിനെ നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവഹിതമെങ്കിൽ സ്വർഗം തുറന്ന് ആ മക്കൾ അനുഗ്രഹിക്കപ്പെടാനായി നമുക്ക് സമർപ്പിക്കാം. തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്ത എല്ലാ മക്കളെയും, ധ്യാനകേന്ദ്രം ദാനമായി തന്ന കുടുംബത്തെയും, അതുപോലെ ധ്യാനകേന്ദ്രത്തെ ഇന്ന് വരെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും അളവില്ലാതെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, ഈ ദൃശ്യമാധ്യമത്തിലൂടെ കർത്താവിൻ്റെ ദിവ്യമായ ഈ വചനശുശ്രൂഷയിൽ സംബന്ധികളായിരിക്കുന്ന, സഹകരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, നന്ദി പറയുന്നു. നമ്മുടെ സഭയുടെ കീഴത്തുള്ള സെൻറ്റ് തോമസ് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിലൂടെ വചനശുശ്രൂഷയും ധ്യാനങ്ങളും ബൈബിൾ ക്ലാസ്, മധ്യസ്ഥ പ്രാർത്ഥന, ഇതെല്ലാം ഈ ദിവസം നിറവേറ്റപ്പെടുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഉശാന ഞായറാഴ്ചയോട് ബന്ധപ്പെട്ട ആ പെരുന്നാളിൻ്റെ പ്രത്യേകതകളോട് ചേർത്ത് വച്ച് തിരുവചനാഗ്നി എന്ന നമ്മൾ തുടങ്ങിയിട്ടുള്ളതായ ആ വചന ശുശ്രൂഷയുടെ പരമ്പര മറ്റൊരു എപ്പിസോഡും കൂടെ ചേർത്താണ് നിങ്ങളോട് വചനം പങ്കുവയ്ക്കുന്നത്. എവങ്കേലിയോൻ വായനയിൽ നിന്ന് ചില ചിന്തകളും തിരുവചനാഗ്നിയായി അതിൻ്റെ പ്രബോധനങ്ങളും ചേർത്ത് നിങ്ങളോട് അച്ഛൻ പങ്കിടുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ ഇരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശുവേ, നീ വാഗ്ദത്തം ചെയ്ത നിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനം പറയാനും പങ്കുവയ്ക്കാനും ഇത് കേൾക്കാനും ധ്യാനിക്കുവാനും ജീവിതത്തിൽ ഇത് ഫലദായകമായി മാറാനും
അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, സമർപ്പിക്കുന്നു. യേശുമിശിഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ഒരു വചനഭാഗം നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനമാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വേദഭാഗവും വചനവുമാണ്. എന്താണത്? നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ, തൽക്ഷണം അവയെ അയക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ സന്ദർഭം നമുക്ക് സുപരിചിതമാണ്, നിങ്ങൾക്കറിയാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭ ഒരുക്കുന്ന വലിയ നോമ്പിൻ്റെ നാളുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. വളരെ സീരിയസായ ഗൗരവമായ ദിവസങ്ങളിലേക്ക് നാം അടുത്തു വരുന്നു. വിശുദ്ധ പകുതി നോമ്പ് പിന്നിട്ടു. ഇതാ 40-ാം വെള്ളിയാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്ന, അതുപോലെ ലാസറിൻ്റെ ശനിയാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്ന ദിവസം കടന്നു വരുന്നു. അതിനുശേഷം നാം എല്ലാവരും സന്തോഷത്തോടെ നോക്കി പാർക്കുന്ന ഓശാന പെരുന്നാൾ കൊണ്ടാടപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ തിരുവചനാഗ്നി, ഈ ശുശ്രൂഷ ആ എവങ്കേലിയനോടും ആ പെരുന്നാളോടും ബന്ധപ്പെട്ടായിരിക്കട്ടെ എന്ന് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം വായിച്ച് കേൾപ്പിച്ചത്. ഹോശന്ന, പ്രിയപ്പെട്ടവരെ, ഹോശന്ന എന്ന ഹിബ്രു വാക്കിൽ നിന്നാണ് ഹോശാന എന്ന പദം രൂപപ്പെട്ടു വന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വരുമ്പോൾ ഊശാന എന്ന് പറയും. ഹോശാന, ഊശാന, രക്ഷിച്ചാലും എന്നർത്ഥം, അല്ലെങ്കിൽ രക്ഷിക്കണമേ എന്നർത്ഥം. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹാലേലുയ ശബ്ദത്തോടെ ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനാ ധ്വനിയാണ് ഇതിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ സന്ദർഭവും സാഹചര്യങ്ങളും ചുരുക്കം വാചകത്തിൽ അച്ഛൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരമുള്ളതായ ഒരു കൊച്ചു ഗ്രാമമാണ് ബത്ഫാഗെ എന്ന് പറയുന്നതായ ആ ഗ്രാമം. കെരീത്തോട്ടിനരികെ പ്രകൃതി മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ചു ഗ്രാമമാണ് ബത്ഫാഗെ എന്ന് പറയുന്നത്. അവിടേക്കാണ് യേശു തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ചു വിടുന്നത്. യെരുശലേമിൽ നിന്ന് 10 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ സ്ഥലത്ത്. അവരോട് യേശു തമ്പുരാൻ പറഞ്ഞെന്നാണ് 3-ാം വചനത്തിൽ വായിച്ച് 21:3. നിങ്ങൾ ആ ഗ്രാമത്തിൽ ചെല്ലുക. ബത്ഫാഗെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വീട്ടിൽ 2 കഴുതകളെ കാണും. അമ്മ കഴുതയും കുട്ടി കഴുതയും കാണും. അപ്പോൾ അവിടെ നിങ്ങൾ ചെന്ന് ആ കഴുതയെ അഴിക്കണം. ആ വീട്ടിലെ ആരെങ്കിലും എന്താണ് നിങ്ങളിങ്ങനെ അഴിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി. വേറെ വിശദീകരണമൊന്നും ആവശ്യമില്ല. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവർ അതിനെ നിങ്ങൾക്ക് നൽകും എന്നാണ്. അതാണ് ആ വചനം. കർത്താവ് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ, തൽക്ഷണം അവൻ അവയെ അയക്കും, നിങ്ങൾക്ക് വിട്ടുതരും എന്നർത്ഥം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം 2 ശിഷ്യന്മാർ ചെന്നു. ആ ചെറിയ ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവർ കർത്താവ് പറഞ്ഞതുപോലെ അന്വേഷിച്ചു. ഇതാ കാണപ്പെട്ടു, കെട്ടിയിരിക്കുന്ന കഴുതയെ അവർ കണ്ടു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേക ചിന്താവിഷയമാണ്. കാരണം അക്കാലത്ത് എല്ലാ വീടുകളിലും തന്നെ കഴുതകളുണ്ട്. കഴുത എന്ന് പറയുന്നത് ശാന്തമായ മൃഗമാണ്. എല്ലാ വീടുകൾക്കും അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ പ്രയോജനകരമായൊരു മൃഗമാണ്. വലിയ ക്രൗരഭാവമോ അഹങ്കാരങ്ങളോ തുള്ളിച്ചാട്ടങ്ങളോ അങ്ങനെയായിട്ടുള്ളതൊന്നും പ്രകടമായിട്ടൊന്നുമില്ലാതെ ലളിതമായി ശാന്തമായി തൻ്റെ യജമാനനെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ഒരു വളർത്തു മൃഗമാണത്. അതുകൊണ്ട് തന്നെ ആരും ഈ കഴുതയെ കെട്ടിയിടാറില്ല. ഈ കഴുത സ്വതന്ത്രമായി യജമാനൻ്റെ കുടിയിലൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാറാണ് പതിവ്. കഴുതയെ കെട്ടേണ്ട ആവശ്യമില്ല.
അതിൻ്റെ യജമാൻ്റെ വീടും പരിസരവുമായി അതിങ്ങനെ ജീവിച്ചുകൊള്ളും. ഈ കഴുതയുടെ ഒരു പ്രത്യേകത അതിനെ കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കെട്ടാനുള്ള കാരണം? അനുമാനിക്കാനേ പറ്റുകയുള്ളൂ. വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്താണ് അനുമാനം? ഈ കഴുതിയെ ആവശ്യപ്പെട്ട 2 പേര് വരും. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ വിശാലമായ കുടിയുടെ പല ഏറിയയിലും ഭാഗങ്ങളൊക്കെ ചെന്ന് അന്വേഷിക്കേണ്ടതായ ആവശ്യമില്ല. ആ വരുന്നയാളിന് അപ്പോൾ തന്നെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു നടപടിയാണ്, ഒരു പദ്ധതിയാണ്. ആ മനുഷ്യന് തോന്നി കെട്ടിയിട്ടു. പക്ഷേ ക്രമീകരണം വളരെ ദൈവഹിതപ്രകാരമാണ്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ചെല്ലുന്നത്. അങ്ങനെ കെട്ടിയിരിക്കുന്ന കഴുതിയെ ആ കഴുതിയുടെ യജമാനൻ അവർക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ഈ 2 കഴുതിയും കൊണ്ട് ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ താൻ എത്തിയിട്ട് ആ ഒരുക്കപ്പെട്ട സ്ഥലത്ത് കർത്താവും സ്നേഹിതന്മാരും നിൽക്കുമ്പോൾ ജനങ്ങൾ എല്ലാം വന്നുകൂടുകയാണ്. ജനങ്ങൾ ഉൾപ്രേരണ കൊണ്ട്, ഉൾവിളി കൊണ്ട്, എത്രയോ കാലം യേശുവിനെ യാത്ര ചെയ്താണ്. 3.5 വർഷം നെടുകെ കുറുകെ യാത്ര ചെയ്തൊരു സ്ഥലത്ത് അന്ന് യേശു നിൽക്കുമ്പോൾ ജനങ്ങൾ അവനെ ആകർഷിച്ച് അവൻ്റെ അടുത്തേക്ക് അടുത്തു വരികയാണ്. ഒരു വാക്കുകൂടെ അച്ഛൻ പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം യേശു കർത്താവിൻ്റെ അവൻ്റെ 3.5 വർഷത്തെ അവൻ്റെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് 20 അധ്യായങ്ങൾ. അവൻ്റെ ജനനവും അവൻ്റെ പ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 20 അധ്യായങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു മത്തായിയുടെ സുവിശേഷം. എന്നാൽ തുടർന്ന് വരുന്ന, ഇവിടം മുതൽ തുടർന്ന് വരുന്ന 8 അധ്യായങ്ങൾ മറ്റിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട സംഭവങ്ങളാണ്. യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അതിൻ്റെ സമാപനം കുറിക്കുന്ന, ഏത് ലക്ഷ്യത്തിനാണോ യേശു വന്നത്, ഏത് ദൗത്യത്തിന് വേണ്ടിയാണോ യേശു വന്നത്, ആ പകലുള്ളിടത്തോളം വേലയെ തികച്ചിട്ട് ആ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന, തൻ്റെ പ്രവൃത്തി സമാപനത്തിലെത്തിക്കുന്ന ആ ഭാഗങ്ങളാണ് 8 അധ്യായങ്ങളിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. തുടർന്ന് പോകുന്ന വായനകളിലെല്ലാം യേശു തൻ്റെ സമാപനമായി പറയുന്ന വാക്കുകൾ, ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, തൻ്റെ ഗത്സമനാത്തോട്ടത്തിലെ പ്രാർത്ഥന, കാൽവറി യാഗം, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന ഇങ്ങനെ സംഭവപരമായ കാര്യങ്ങളെല്ലാം ഈ തൻ്റെ 8 അധ്യായങ്ങളിൽ ചേർത്ത് വച്ചിരിക്കുന്നതും കൂടി സന്ദർഭോചിതമായി നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഈ കഴുതക്കുട്ടിയെ ഇവരെ അഴിച്ചുകൊണ്ട് വരുന്നു. അവിടെ ഒരു വചനം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്, ആരും കയറിയിട്ടില്ലാത്ത കഴുത. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷത്തിലാണ് 2 കഴുതകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അമ്മ കഴുതിയും അതിൻ്റെ കുട്ടിക്കഴുതിയും. കഴുതിയെയും കഴുതക്കുട്ടിയെയും കുറിച്ച് പറയുന്നത് മത്തായിയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അത് പിന്നീട് വെളിപ്പെടുത്താം. പക്ഷേ കെട്ടിയിരിക്കുന്ന ഈ കഴുത യേശു അതിനെ സ്വതന്ത്രമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങളെ വിമോചിക്കുന്നതാണ് യേശുവിൻ്റെ മിനിസ്ട്രി. അടിമത്വത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മനുഷ്യാത്മാക്കളെ വിടുതലിലേക്കും രക്ഷയിലേക്കും സന്തോഷത്തിലേക്കും അവരെ സ്വർഗരാജ്യത്തിലേക്കും പ്രാപ്തരാക്കുക, അവരെ വീണ്ടെടുത്ത് രക്ഷിക്കുക, അങ്ങനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുന്ന കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ അതിൻ്റെ ദൃശ്യഭാവമാണ് ഇവിടെ നാം ദർശിക്കുന്നത്. കെട്ടപ്പെട്ടിരിക്കുന്ന വിടുതൽ കൊടുക്കുന്നു, വിമോചിപ്പിക്കുന്നു. ശിഷ്യന്മാർ ചെന്നതിനെ അഴിച്ചു, അതിൻ്റെ ബന്ധനം തീർത്തു, യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അത്തൻ ആദ്യം പറഞ്ഞു നിർത്തിയതുപോലെ യേശുവിൻ്റെ അടുത്തേക്ക് അനേകർ വരികയാണ്. അപാരവൃദ്ധം ജനങ്ങളും വന്നുകൂടി. അവരെല്ലാം പരസ്പരം വിളിച്ചും പറഞ്ഞും അറിയിച്ചും യേശുവിൻ്റെ അടുത്ത് കൂടി. യേശു ആ കഴുതിയുടെ പുറത്ത് ശാന്തനായി കയറിയിരുന്നു. ഇനിയും നിങ്ങളോട് പറയുകയാണ് ചില കാര്യങ്ങൾ. അന്ന് പുരോഹിതന്മാരും പ്രവാചകന്മാരൊക്കെയാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. അതൊരു സാധാരണക്കാരൻ്റെ വാഹനമാണ്. സാധാരണ ആളുകൾ ഈ കഴുതയുടെ പുറത്താണ് വാഹനം ആയിട്ട് ഉപയോഗിക്കുന്നതും സാധനം കൊണ്ടുപോകുന്നതും മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതും മാർക്കറ്റിൽ വാങ്ങിയതെല്ലാം കഴുതിയാണ് ഒരു കോമൺ വെഹിക്കിളായി സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അങ്ങ് ഇപ്പുറത്ത് നോക്കിയാൽ കാണാം, പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ, രാജാവിൻ്റെ കൊട്ടാരങ്ങളിൽ അവിടെ കുതിരയും കുതിരരഥങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ
പിന്നെ പീലാത്തോസും ഹെറോദേസും ഒന്നും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നവരല്ല. വലിയൊരു VPS ആരും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നില്ല. അവരെല്ലാം കുതിര സവാരി ചെയ്യുന്നവരാണ്, കുതിര വണ്ടികളിൽ തേരോട്ടം നടത്തുന്നവരാണ്. യേശു വാസ്തവമായി താൻ ഒരു പ്രവാചകനും കൂടിയായിരുന്നു. പ്രവാചകന്മാരുടെ പ്രവാചകനായ യേശു അത് കാണിക്കുന്നതിന് വേണ്ടി തൻ്റെ ലാളിത്യം, തൻ്റെ സിംപ്ലിസിറ്റി വെളിപ്പെടുത്താൻ അവൻ ഈ കഴുതപ്പുറത്ത് കയറി. മാത്രമല്ല, ഇതൊരു പ്രവചന നിവൃത്തിയാണ്. സക്കറിയ പ്രവചനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം അതിൻ്റെ നിവൃത്തി കൂടിയാണിത്. ഇതാ സിയോൻ പുത്രി, അവനെന്ത് ചെയ്യുന്നു? സിയോൻ പുത്രിയോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമേറി കഴുതക്കുട്ടിയുടെ പുറത്തും കയറി നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് സക്കറിയ പ്രവാചകൻ പറഞ്ഞ, അന്ന് എഴുതി വെച്ച ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയും കൂടിയായിട്ടാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. യേശു ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ കയറി. വന്നിരിക്കുന്ന വിശ്വാസികൾ, യേശുവിൻ്റെ ഫോളോവേഴ്സായിരിക്കുന്ന ആ ഭക്തജനം പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ ആ നടന്നു പോകേണ്ടിയിരുന്ന വഴിക്കെല്ലാം അവരിങ്ങനെ പരവതാനികൾ ഒരുക്കി, അല്ലെങ്കിൽ തുണികൾ വിരിച്ചു. റോഡിൽ തുണികൾ ഇങ്ങനെ വിരിച്ച് യേശു നടന്നു പോകുന്ന വഴിയിൽ. അത് മാത്രമല്ല, ശൈത്യൻ്റെ കൊമ്പുകൾ വെട്ടിയെടുത്തു. കിട്ടാവുന്നിടത്തോളം പൂക്കളെല്ലാം അവർ സമാഹരിച്ചു. അപ്പോൾ കൊട്ടകളിൽ പൂക്കൾ നിറച്ചെടുത്തു. അവർ ശൈത്യക്കൊമ്പിൻ്റെ കൊമ്പുകൾ വെട്ടിയെടുത്തു. അവരിങ്ങനെ യേശുവിനെ ഓശാന പാടിക്കൊണ്ട് ഈ യാത്രയിൽ പങ്കാളികളാവുകയാണ്. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കുടുംബസമേതമെന്ന് പ്രായഭേദമന്യേ ശൈത്യൻ കൊമ്പുകളേന്തി ഓശാന പാട്ടുകൾ പാടി പൂക്കൾ വാരി വിതറി ഈ രാജാതിരാജനായ യേശുവിനെ, ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന യേശുവിനെ ആ യെരൂശലേം ദേവാലയത്തിലേക്ക് ഒരു സ്വീകരണം കൊടുക്കുകയാണ്, ഒരു വരവേൽപ്പ് നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് കണ്ടു നിന്ന പിന്നെ റാബിമാർക്ക്, സദൂക്യർക്ക്, പരീശർക്ക് യേശുവിനെ എങ്ങനെയോ കൊല്ലണമെന്ന് ആലോചിച്ചിരുന്ന യേശുവിൻ്റെ ശത്രുക്കളായവർക്ക് അവർക്കെല്ലാം വലിയ തലവേദനയായി, അവർക്കെല്ലാം ചോദ്യചിഹ്നമായി, അവർക്കെല്ലാം വലിയ അസൂയയായി. അവർ നോക്കി നിൽക്കെ ഈ ജനങ്ങൾ ആരവാരത്തോടെ തെരുവിലൂടെ പോവുകയാണ്. ഇനിയൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ യെരൂശലേമിൻ്റെ തെരുവിൽ മുമ്പ് ഏതാണ്ട് ക്രിസ്തുവിന് ഏതാണ്ട് 900 വർഷം മുമ്പായിരിക്കും ഇതുപോലൊരു സംഭവം നടന്നു. അതിനുശേഷം നടക്കുന്ന ഒരു ഫസ്റ്റ് ഇവൻ്റാണിത്. അന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഓമന മകൻ ശലോമോൻ രാജാവിൻ്റെ കിരീടധാരണമായിരുന്നു. ശലോമോൻ രാജാവിനെ കിരീടധാരണം നടത്തി അവനെ ഒരു സ്വീകരണം കൊടുക്കാൻ രാജാവിൻ്റെ കൽപ്പന വന്നിട്ട് വേദപുസ്തകത്തിലില്ല, അത് ചരിത്രപരമായ കാര്യങ്ങളാണ്. അങ്ങനെ വന്നിട്ട് ജനങ്ങളെല്ലാം ബാലവൃദ്ധം വന്നിട്ട് ശലോമോൻ രാജാവിനെ അവരിങ്ങനെ രാജാവെ ജയ ജയ എന്ന് ആഘോഷിച്ചുകൊണ്ട് രാജാവിന് ജയ് സ്തുതി ഗീതങ്ങൾ പാടിക്കൊണ്ട് ഈ ശലോമോനെ ആ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് ആ തെരുവിലൂടെ എല്ലാം നടത്തുന്ന ഘോഷയാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എത്രയോ സംവത്സരം മുമ്പാണ് രാജാതിരാജനായ ശലോമോൻ ഓശാന പാടിയത്. സംവത്സരങ്ങളും തലമുറകളും പിന്നിട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഈ കാലത്ത് വന്നപ്പോൾ ഒരു സെക്കൻഡ് ഈവൻറ്റ്, അതിന് ശേഷം ഒരു ഈവൻറ്റ് നടക്കുകയാണ്. അത് രാജാതിരാജനായ യേശു കർത്താവിന് തന്നെയാണ്. യേശു പ്രവാചകനായിട്ട് ഇതാ നോക്കൂ, കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. യേശു രാജകുമാരനായി രാജാവായിട്ട് ഇതാ വരുന്നു. രാജാക്കന്മാരെ എതിരേൽക്കുന്ന, രാജാക്കന്മാർക്ക് സ്വീകരണം കൊടുക്കുന്ന രാജാക്കന്മാരെ പിന്നെ അവരെല്ലാം പാടി പുകഴ്ത്തുന്ന, അവരെ അംഗീകരിക്കുന്ന ആ ഒരു സദസ്സ് പോലെ ജനങ്ങളെല്ലാം വന്ന് നിന്ന് ആർപ്പോടുകൂടി അവൻ ഓശാന പാടി ആ തെരുവിലൂടെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഈ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 31-ൽ യേശു കർത്താവ് അങ്ങനെ പറയുന്നുണ്ട്. അത് പറയുന്നറിയാമോ? ഇവിടെ ഇതാ ശലോമോനേക്കാളും വലിയവൻ. ഹിയർ ഈസ് സംവൺ ഈസ് ഗ്രേറ്റർ ദാൻ സോളമൻ. ശലോമോനേക്കാളും വലിയവനായ ഒരുത്തിന് ഇവിടെ നിൽക്കുന്നു. യേശു അന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവൻ ശലോമോനേക്കാൾ വലിയവന്. എന്താ കാരണം? ശലോമോന് ജ്ഞാനം കൊടുത്തവൻ, ശലോമോന് സമ്പത്ത് കൊടുത്തവൻ, ശലോമോനെ രാജാവാക്കിയവൻ, ശലോമോന് ഭരിക്കാൻ അവസരം കൊടുത്തവൻ, ഇതെല്ലാമായിരിക്കുന്ന വചനമായ ദൈവം, ആത്മാവായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സർവജ്ഞനായ ദൈവം, ആ ദൈവം അന്നത്തേതിൽ നിന്ന് അവനിങ്ങനെ അങ്ങ് ചെറുതായി
മനുഷ്യരൂപത്തിലായി മനുഷ്യനോടുകൂടെ വിളങ്ങി മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ആ കർത്താവായ യേശുവായിട്ട് അവനെ നാം കാണുകയാണ്. അവൻ സകലത്തിന് മുമ്പെയുള്ളവനും സകലത്തെ ഉളവാക്കിയവനും എല്ലാം ആകയാൽ അവൻ പറഞ്ഞു, ഇവിടെ ഇതാ ഒരുത്തൻ നിൽക്കുന്നു, അവന് നിങ്ങൾ പറയുന്ന ശലോമോനേക്കാളും വലിയവനാണ്. പക്ഷേ അധികമൊന്നും ആർക്ക് മനസ്സിലായില്ല. അത് ശിഷ്യന്മാർക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് യേശുവിനെ വിശ്വസിച്ചവർക്ക് പിന്നീടാണ് മനസ്സിലായത്. യേശുവിൻ്റെ ഫോളോവേഴ്സായിട്ട് വന്ന പുരുഷാരത്തിന് പിന്നീടാണ് മനസ്സിലായത്. യേശു അങ്ങനെ യഹൂദന്മാരുടെ അപ്രഖ്യാപിത രാജാവായി, വിമോചകനായി, രക്ഷകനായി ഔദ്യോഗികമായി അവനോട് വെളിപ്പെടുകയാണ് എന്നർത്ഥം. സക്കറിയ പ്രവാചകൻ വെളിപ്പെടുത്തിയ, യിരെമ്യാ പ്രവാചകൻ വെളിപ്പെടുത്തിയ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി, ഇസ്രായേലിൻ്റെ രാജാവായി യേശു സാക്ഷാൽ ദൈവപുത്രനായി, രാജാതിരാജനായി ഇവിടെ വെളിപ്പെടുകയാണ്. അവൻ കഴുതപ്പുറത്ത് വാഹനമേറി ജനങ്ങളവൻ രാജാവെന്ന് വാഴ്ത്തിക്കൊണ്ട് ഓശാന പാടിക്കൊണ്ട് അവൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കാറുണ്ട്, എന്തിനാണ് ഈ രണ്ട് കഴുതകളെ ക്രമീകരിച്ചത്? അമ്മക്കഴുതിയും കുട്ടിക്കഴുതിയും എന്തിനാണ്? ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയാണത്. ഒരു അസാധാരണ പ്രയോഗമാണത്. അതിൻ്റെ ധ്യാനത്തിന് ഞാൻ ഓർക്കാറുണ്ട്, വേദപുസ്തകത്തിൽ ഇങ്ങനെ ചില പ്രയോഗങ്ങൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ട്. മറ്റൊരു പ്രയോഗമാണ്, ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ യേശുവിനെ അടക്കി. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ യേശുവിനെ അടക്കി. ഒരു പ്രയോഗമാണ്, ഒരു വചനമാണ്. ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് യേശു കയറുന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട്, ആരും ജനിക്കാത്ത ഉദരത്തിൽ യേശു മനുഷ്യരൂപമെടുത്തു. ഒരു കന്യയുടെ ഗർഭപാത്രത്തെ ശുദ്ധീകരിച്ച് ആ പുതുപുത്തൻ ആ ഗർഭപാത്രത്തിൽ വചനം ജഡമായി തീർന്ന് ആരെയും വഹിക്കാത്ത ആ ശുദ്ധീകരിക്കേണ്ട ഗർഭപാത്രത്തിൽ യേശു ജഡമെടുത്തു. അവൻ മനുഷ്യ അവതാരമെടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആരും പറക്കാത്ത ജനിക്കാത്ത ഗർഭപാത്രത്തിൽ ജനിച്ചവൻ, ആരും കയറാത്ത കഴുതപ്പുറത്ത് കയറിക്കൊണ്ട് ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ്റെ ചൈത്രയാത്ര ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുക്കപ്പെട്ട ഒരു കഴുത, അതിലാണ് യേശു വാഹനമേറുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഓശാന പെരുന്നാളിന് പോകുമ്പോൾ എന്തെല്ലാം വട്ടച്ചട്ട ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, പ്രത്യേക പ്രാർത്ഥന നിറവേറ്റുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ തങ്ങൾ ഒരുങ്ങി പോവുകയാണ്. വളരെ ഒരുക്കത്തോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഒരുക്കത്തോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തി ഓശാന പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ യേശു ആ ഒരുക്കപ്പെട്ടതിൽ വാഹനമേറുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ആരാണോ ഹൃദയം കൊണ്ട് ഒരുങ്ങുന്നത്, ആരാണോ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നത്, ആരാണോ തങ്ങളെ തന്നെ താഴ്ത്തി താഴ്മയുടെ ലാളിത്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്, ആരാണോ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരുങ്ങുന്നത്, യേശു അവരെ കൈവിടാതെ, യേശു അവരെ തള്ളിക്കളയാതെ യേശു അവരിൽ വാഹനമേറും എന്ന് പറഞ്ഞാൽ യേശു അവരിൽ ഇറങ്ങി വസിക്കും എന്നാണ്. അതുകൊണ്ട് നിശ്ചയമായും ഈ വർഷത്തെ ഓശാന പെരുന്നാൾ അല്പം കൂടെ ഗൗരവമായി, അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, അല്പം കൂടെ വിശുദ്ധമായ വീക്ഷണത്തോടെ നമുക്കിതിലേക്ക് സമീപിക്കാനായിട്ട് കഴിയുക. ഒന്ന്, ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട്. ബന്ധനങ്ങൾ, പലവിധമായ ബന്ധനങ്ങൾ ജീവിതത്തിൽ വരാറുണ്ട്. ചില പാപ സ്വഭാവങ്ങൾ, ചില പാപകരമായിരിക്കുന്ന അവസ്ഥാന്തരങ്ങൾ, ചില ബന്ധങ്ങൾ, ചില വശീകരണങ്ങൾ, ചില തെറ്റായ ശീലങ്ങൾ, ചില അരുതാത്ത വാക്കുകൾ, അരുതാത്ത പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഇടത്തോടിനടുത്ത പൈശാചികമായ പല വിധത്തിലുള്ളതായ ബന്ധനങ്ങളിലും സ്വഭാവങ്ങളിലും നാം പെട്ടുപോകാറുണ്ട്. ഒരാത്മപരിശോധന ഈ സമയത്ത് നമ്മൾ എടുത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതം ഇതുപോലെ കുറ്റകരമായ, തെറ്റായിട്ടുള്ള, യേശു കർത്താവിനെ ഉപയോഗിക്കാൻ പറ്റാത്ത, കയറാൻ പറ്റാത്ത അതുപോലുള്ളതായിരിക്കുന്ന അവസ്ഥകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുവോ എന്ന്. ഓരോ ചെറിയ പാവമാണെങ്കിലും അത് ഒരു ബന്ധനം തന്നെയാണ്. ദൈവത്തിൻ്റെ മഹാവിശുദ്ധി, ദൈവത്തിൻ്റെ വിശുദ്ധിയായ പരിശുദ്ധാത്മാവ് നമ്മിൽ കുടികൊള്ളാൻ, നമ്മിൽ ആവാസം ചെയ്യാൻ, നമ്മളെ മുന്നോട്ട് നയിക്കാൻ തടസ്സമായി നിൽക്കുന്ന കൊച്ചു കൊച്ചു പാവങ്ങൾ, അത് തീർച്ചയായും നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്
അകറ്റിക്കളയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉത്തമഗീതത്തിൽ നമ്മൾ വായിച്ച് വരുമ്പോൾ കാണുന്നുണ്ട് എന്താണ്, ആ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ച് കെട്ടുവിൻ. എന്താണ് ചെറു കുറുക്കന്മാരെ പിടിച്ചു കെട്ടാൻ പറയുന്നത്? ചെറു കുറുക്കന്മാർ മുന്തിരിത്തണ്ടിൻ്റെ നാരായ വേര് പോലും കടിച്ച് കീറി അത് ഉണക്കിക്കളയും. അത് മുന്തിരി തിന്നാൽ പോരാ, മുന്തിരി തിന്നോട്ടെ, പക്ഷെ അത് പോരാ, ഈ വളർന്നു നിൽക്കുന്നതായ ആ മുന്തിരിയുടെ നാരായ വേര് പോലും മാന്തി കീറിക്കളയുന്ന ചെറു കുറുക്കന്മാരെ പിടിച്ചു കെട്ടണമെന്നാണ്. അപ്പോൾ ചെറു കുറുക്കന്മാരെന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞു വരുമ്പോൾ ചെറു പാവങ്ങൾ, നമുക്ക് ചെറുതായി തോന്നുന്ന പാവങ്ങൾ, നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുന്ന, പക്ഷേ അത് കരണ്ട്, അത് ഞെറുക്കി, അത് നമ്മളെ ദോഷകരമായി ബാധിച്ച് നമ്മുടെ ആത്മീയ സന്തോഷവും ആത്മീയ ജീവിതത്തെയും എല്ലാം വിനാശകരമാക്കി തീർക്കും. അതിനുള്ളതായ അതെന്തെന്ന് കണ്ടെത്താനുള്ളതായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ആവശ്യം, നമ്മൾ ആരെന്ന് കണ്ടെത്താനായിട്ട്. അപ്പം എവിടെയാണ് നമ്മൾ ബന്ധിച്ചിരിക്കുന്നത്, നമ്മുടെ ബന്ധനാവസ്ഥയെക്കുറിച്ചുള്ളതായ ഒരു സുബോധമാണ് നമുക്ക് വരേണ്ടത്. ധൂർത്തപുത്രൻ്റെ കഥയിൽ ധൂർത്തപുത്രൻ്റെ സംഭവത്തിൽ കർത്താവ് പറയുമ്പോൾ ആ പാരബിൾ കാണുന്നു. 15-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം 15-17 കാണുന്നു. എന്താണ്? അവന് അപ്പോൾ സുബോധം വന്നു. എന്താർത്ഥം? കിങ് ജെയിംസ് വേർഷനിൽ അപ്പോൾ അവനിലേക്ക് വന്നു എന്നാണ്. ഹി കെയിം ടു ഹിംസെൽഫ്, അവനിലേക്ക് വന്നു. എന്താ അവനിലേക്ക് വന്നു കാണുന്നത്? മലീമസമായ പാപകരമായ ഒരു സാഹചര്യത്തിൽ അവൻ പെട്ടുകിടക്കുന്നത്. അവന് സുബോധം വന്നപ്പോഴാണ് അപ്പനെക്കുറിച്ച് ചിന്തിക്കുന്നത്. സുബോധം വന്നപ്പോഴാണ് അപ്പൻ്റെ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ച്, അപ്പൻ്റെ മേശയെക്കുറിച്ച്, അപ്പൻ്റെ പരിലാളനകളെക്കുറിച്ച്, അപ്പൻ്റെ വാത്സല്യത്തെക്കുറിച്ചൊക്കെ ആ വീടിനെക്കുറിച്ച് ചിന്തിക്കുന്ന അപ്പോഴാണ്. അതാണ് സുബോധത്തിൻ്റെ ലക്ഷണം. നമുക്കൊരു സുബോധത്തിൻ്റെ അനുഭവം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവായ ദൈവത്തെ, അവൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ, അവൻ്റെ കരുതലിനെ കാണുവാൻ, അവൻ്റെ സ്നേഹത്തെ കാണുവാൻ, അവൻ എൻ്റെ പിതാവാണ്, സ്വർഗസ്ഥ പിതാവായ ദൈവം എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുവാൻ, അറിയുവാൻ, അതിന് തടസ്സമായി വരുന്ന ഓരോന്നും ബന്ധനങ്ങളാണ്, പാപത്തിൻ്റെ ബന്ധനങ്ങൾ. മലീമസമായ പാപകരമായ സാഹചര്യങ്ങൾ നമ്മളെ ഗ്രസിച്ചിരിക്കുന്നത്, നമ്മളായിരിക്കുന്നത് എത്രമാത്രമായിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ബന്ധനത്തെ അഴിക്കുക. ആ ബന്ധനത്തെ അഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുണ്യപ്പെട്ട പിതാക്കന്മാർ സഭയിലെ വിശുദ്ധ കുംഭസാരം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു സത്യ കുംഭസാരം. നമ്മൾ ഏതെല്ലാം രീതിയിൽ പാപകരമായ ആ അവസ്ഥാന്തരങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അനുതാപത്തിന്, സങ്കീർത്തനം, മൗദൂനും സ്വപ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒരുങ്ങി നാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സത്യകുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ബന്ധനങ്ങളിൽ നിന്ന് അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. ആ ബന്ധനങ്ങൾ നമുക്ക് വിടുതൽ ലഭിക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപബോധം വന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ തെറ്റുകൾ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞു എന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 21 വരുമ്പോഴേ ആ പാവങ്ങളെല്ലാം കെട്ടുവാൻ, സ്വർഗത്തിൽ അഴിക്കുവാനും ഭൂമിയിൽ അഴിക്കുവാനും, അത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും, ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ആത്മാവിൻ്റെ നൽവരം കൊടുത്ത്, പാവമോചനത്തിനുള്ള അധികാരം കൊടുത്ത്, അപ്പോസ്തലന്മാരിൽ പിന്നീട് വന്ന പിതാക്കന്മാർ വഴിക്ക് ശ്രേഷ്ഠ പൗരോഹിത്യത്തിൻ്റെ നൽവരത്തിൻ്റെ മുമ്പിൽ ഒരധികാരം കൊടുത്തിരിക്കുകയാണ് ഈ പാവമോചനം നൽകുവാനായിട്ട്. ഒരു വന്യമൈദികൻ്റെ മേൽ ഈ ആത്മീയ അധികാരത്തിന് നൽവരം നിക്ഷിപ്തമായിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഈ ബന്ധനങ്ങൾ, പാപകരമായ പാപത്തിൻ്റെ പാശങ്ങൾ നമ്മെ വിട്ടിട്ട് നാം സ്വതന്ത്രരായിത്തീരും. ഇതാ യേശുവിന് വേണ്ടി കെട്ടിയിരിക്കുന്ന കഴുതിയെ അഴിച്ചു കൊണ്ടുവരുവിൻ, ആ ബന്ധനത്തിൽ നിന്ന് കഴുതിയെ വിമുക്തമാക്കുകയും. അവർ ചെന്നു, കഴുതിയെ കൊണ്ടുവന്നു. യേശു വാഹനമേറി അത് യെരൂശലേം ദൈവാലയത്തിലേക്ക് ഒരു ജൈത്രയാത്ര, ദാവീദ് പുത്രൻ ഓശാന പാടിക്കൊണ്ട് ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും ചിന്തിക്കേണ്ട ഗഹനമേറിയ ഒത്തിരി ചിന്തകൾ അവിടെയുണ്ട്. സമയത്തിൻ്റെ പരിമിതിയിൽ അച്ഛൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ ഓശാന പെരുന്നാളിൽ കർത്താവായ യേശുവേ, നീ എന്നിലേക്ക് വാഹനമേറി വരണം, നീ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വാഹനമേറി വരണം. അങ്ങനെ ഈ വർഷത്തെ ഓശാന പെരുന്നാൾ കർത്താവായ യേശു എന്നിലും എൻ്റെ ഭവനത്തിലും എൻ്റെ കൂട്ടായ്മയിലും വസിക്കാൻ തക്കവണ്ണമുള്ള ഓശാന പെരുന്നാളിൻ്റെ ഒരു സമ്പൂർണ്ണ അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് മാറട്ടെ. അതുകൊണ്ട്
അത്യുന്നതങ്ങൾ ദൈവത്തിനെ മഹത്വം എന്ന് പാടുവാനും ഭൂമിയിൽ സമാധാനമുള്ള മനുഷ്യർ സംപ്രീതി എന്ന് പ്രാർത്ഥിക്കുവാനും അതേ സമയത്ത് ആ സമാധാനവും സംപ്രീതിയും ഈ ഓശാന പെരുന്നാളിൽ പങ്കിടുവാനും അനുഭവിക്കുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ബന്ധനങ്ങളെ അഴിച്ച് ക്രിസ്തുവിൽ സ്വതന്ത്രമായി ക്രിസ്തുവിൽ ആനന്ദിക്കുന്ന, ക്രിസ്തുവിൽ സമാധാനപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. കർത്താവായ ദൈവമേ, 2024 ഈ വർഷത്തെ ഞങ്ങൾ ഊശാന പെരുന്നാൾ ഞങ്ങൾ കുരുത്തോലകളേന്തി പാട്ടുകൾ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് നിന്നെ ഞങ്ങൾ വരവേൽക്കുമ്പോൾ ആന്തരികമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ ദൈവാലയത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ വാഹനമേറി കടന്നു വരണമേ. നിന്നെ സ്വീകരിപ്പാനുള്ള ഒരുക്കം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ പാവകരമായ സാഹചര്യം യാത്ര പറഞ്ഞ് വിശുദ്ധിയുടെ സാഹചര്യത്തിലേക്ക്, ദൈവികാനുഭവത്തിലേക്ക് മാറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ശുദ്ധി അമ്മേ മാതാവെ പ്രാർത്ഥിക്കണമേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.